ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. രാവിലെ 1-2 ഗ്രാമങ്ങളൊക്കെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ടൗണിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ടൗണെല്ലാം പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഒരു 2-3 ഗ്രാമങ്ങൾ കൂടി പ്രാർത്ഥിച്ചിട്ട് രാത്രി താമസിക്കുന്ന ഇടത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. തുടർമാനമായ യാത്രകൾ വലിയ അനുഗ്രഹവും സമാധാനം തരുന്നു. ദേശം ചുറ്റിയുള്ള പ്രാർത്ഥനകൾ വലിയ അനുഗ്രഹം തരുന്നു. എൻ്റെ പ്രിയ ദൈവമക്കൾ, സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ, അഭിഷിക്തന്മാർ, നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ഞാൻ ആവശ്യപ്പെടുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും ദൈവപ്രവൃത്തികൾ വെളിപ്പെടട്ടെ, ദൈവിക സമാധാനം നിലനിൽക്കട്ടെ, ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, രാജ്യങ്ങൾ വിടുവിക്കപ്പെടട്ടെ. എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ. ഞാൻ ഈ പട്ടണത്തെ ഒന്ന് കാണിക്കാം. ഈ പട്ടണത്തെ ഓർത്തൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ ഗ്രാമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇവിടുത്തെ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി എനിക്ക് പോകേണ്ടത് ഈ റൂട്ടാണ്. ഈ റൂട്ട് ഇനി കടന്ന് ഇതിനകത്തുകൂടി ഇത് ഗ്രാമത്തിലോട്ട് കയറുന്ന റോഡാണ്. മെയിൻ റോഡിൽ നിന്ന് ഇവിടെ നിന്ന് നേരെ ഇനി ഏകദേശം ഒരു 10-25 കിലോമീറ്റർ കഴിഞ്ഞാൽ മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്തും. അവിടെ നിന്ന് പിന്നെ അങ്ങനെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഷോർട്ട് കട്ടായിട്ട് പോകാൻ പറ്റും. ഓരോരുത്തരും ഈ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ ദേശത്തും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടണം. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ ഗ്രാമങ്ങളിലുണ്ടാകണം. ഒത്തിരി ഗ്രാമങ്ങളിൽ അനേകം പേര് യേശുവിനെ അറിഞ്ഞവരുണ്ട്, അറിയാത്തവരുമുണ്ട്. അറിഞ്ഞവരെല്ലാം ഭയഭക്തിയോടും ദൈവകൃപയോടും കൂടിയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അത്. രണ്ടാമത്തെ കേസ്, അവർ ഏറ്റവും ഭയപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ആരാധനകളിലൊക്കെ പങ്കെടുക്കുന്ന. കാരണം ഇവിടെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എങ്കിലും നമ്മുടെ പരിജ്ഞാനത്തിൻ്റെ തികവിലാണ് ഞാൻ യാത്ര ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. പോകുന്ന സ്ഥലത്തൊക്കെ ദൈവത്തിൻ്റെ കരുതലും കാവലും ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കണം. ഇതുവരെയും എൻ്റെ മിഷൻ യാത്രയിൽ ഏതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ വളരെ പരിജ്ഞാനത്തോടു കൂടി തന്നെയാണ് സുവിശേഷ വേല ചെയ്യുന്നത്. എൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടിയും ഈ ഗ്രാമങ്ങൾക്കും ദേശങ്ങൾക്കും പട്ടണങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു. അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദേശങ്ങളിൽ വെളിപ്പെടട്ടെ. എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മേ ഗോഡ് ബ്ലസ് യു. ജീസസ് ലോവ്സ് യു.